Good morning. Next we discuss about the expert system shells. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രക്ചറാണ്. അതില് ആക്ച്വൽ ബ്രെയിൻ ഉണ്ട്, അതായത് ഇൻഫറൻസ് എഞ്ചിൻ ഉണ്ട്, ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ നോളേജ് ബേസ് ഇത് എംറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം അതില് നോളേജ് ബേസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു സ്പെസിഫിക് ഡൊമൈനിലുള്ള എക്സ്പേർട്ട് സിസ്റ്റം ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു റെഡിമെയ്ഡ് പ്രോട്ടോടൈപ്പ് ആണ് ഷെല്ല് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കാം. എ ഷെൽ ഈസ് നത്തിങ് ബട്ട് എൻ എക്സ്പേർട്ട് സിസ്റ്റം. ഷെല്ല് ഒരു എക്സ്പേർട്ട് സിസ്റ്റം തന്നെയാണ്, വിതൗട്ട് നോളജ് ബേസ്. നോളജ് ബേസ് ഇല്ലാത്ത ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്സ്പേർട്ട് സിസ്റ്റം ഷെൽസ് എന്ന് പറയുന്നത്. ദ എക്സ്പേർട്ട് സിസ്റ്റം സെൽ സിംപ്ലിഫൈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ നോളജ് ബേസ്. ഇപ്പൊ ഒരു നോളജ് ബേസ് ഉണ്ടാക്കുക, ഇതൊക്കെ ആദ്യം മുതൽ ഉണ്ടാക്കുക എന്നുള്ളതിനെ ഇവർ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി അതിൽ ആ സ്റ്റോറേജ് ഉണ്ട്, അതിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, it is the shell that actually processes the information entered by a user, related it to the concept contained in the knowledge base, and provide an assessment or solution for a particular problem. ഒരു എക്സ്പേർട്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നു അത് ഷെല്ല് ചെയ്യും, പക്ഷെ അവരുടെ ബ്രെയിന് ഇനീഷ്യലി എംറ്റി ആണ്. സോ നോളേജ് എഞ്ചിനീയർ അതിലേക്ക് എന്തിട്ട് കൊടുക്കണം? ആ ഒരു ഡൊമൈനിലുള്ള നോളേജ് കുറച്ച് ഇൻസേർട്ട് ചെയ്യണം. റൂൾസ്, ഇഫ് ദെൻ റൂൾസ് ഫോർമാറ്റിലാണെങ്കിൽ അങ്ങനെ. ദെൻ നമ്മളുടെ യൂസർ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ, അല്ലെങ്കിൽ അവരുടെ ചോദ്യത്തിന് ശക്തമായ ഒരു മറുപടി ആ ഉള്ള നോളജ് ബേസിനെ ബേസ് ചെയ്തിട്ട് ഇവര് ചെയ്യും. അപ്പൊ മൊത്തത്തിൽ എക്സ്പേർട്ട് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് നോളജ് ബേസ് എംറ്റി ആണ്. അത് നമ്മള് ഏത് ഫീൽഡിലാണോ യൂസ് ചെയ്യാൻ പോകുന്നത് അത് ഇൻസേർട്ട് ചെയ്യണം. ദെൻ ആ സിസ്റ്റത്തെ നമ്മൾ ഒരു മൊത്തം എക്സ്പേർട്ട് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ലിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? ഒരു ഭാഗത്തുനിന്ന് എക്സ്പേർട്ടും മറുഭാഗത്തുനിന്ന് യൂസറും ഈ ഷെല്ലിനെ യൂസ് ചെയ്യും. പിന്നെ നോളേജ് എഞ്ചിനീയറിംഗ് എന്ന ഒരു വർക്കാണ് നോളേജ് എഞ്ചിനീയർ ചെയ്യുക. അത് ലൈഫ് ലോങ് ചെയ്യും. അപ്പൊ അതായത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവ് കിട്ടുന്തോറും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നാൽ ആൾറെഡി ഉള്ളതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യില്ല, അതിനെ സപ്പോർട്ട് ചെയ്യണം, റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. ആ രീതിക്കൊക്കെ ആണ് ഇവരിവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഷെല്ലിന്റെ അകത്ത് നോളേജ് അക്വിസിഷൻ സബ്സിസ്റ്റം ഉണ്ട്, നോളേജ് ക്യാച്ച് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്, നോളേജ് ബേസിലെ ഫാക്ട്സും ഹ്യൂറിസ്റ്റിക്കും ആയിട്ടുള്ള നോളേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ട്. പിന്നെ ഇൻഫറൻസ് മെക്കാനിസം, റീസണിങ് വിത്ത് അൺസർട്ടിനിറ്റി, അതായത് പ്രോബബിലിസ്റ്റിക്കും ഉണ്ട്, ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ടല്ലോ. അപ്പൊ അതായത് നോളേജ് ബേസിന്റെ എല്ലാ ടൈപ്പുകളും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഫാക്ട്, ഹ്യൂറിസ്റ്റിക്, പ്രോബബിലിറ്റി, ഡിറ്റർമിനിസ്റ്റിക് എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം ഉണ്ട്, അതാണ് എക്സ്പ്ലൈനബിൾ എ ഐ. അതായത് ഒരു ഉത്തരം ഒരു സിസ്റ്റം തന്നാൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ, അപ്പൊ അതിന് അവർ വീണ്ടും എക്സ്പ്ലനേഷൻ തരും. അതാണ് എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം. ആ ഒരു ടേമിൽ നിന്നാണ് എക്സ്പ്ലൈനബിൾ എ ഐ. ഇത് മുമ്പേ വന്നിട്ടുണ്ട്, പക്ഷെ മൈസിനൊക്കെ എക്സ്പ്ലെയിൻ തരും. ഓക്കെ, അവരൊരു കൺക്ലൂഷൻ പറയും, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയത് നമുക്ക് അങ്ങോട്ടും തിരിച്ചു ചോദിക്കാം. അപ്പൊ അതിന് അവര് വ്യക്തമായ മാർജിനില് ഇന്ന റൂള് പ്രകാരം ഞാൻ ഇങ്ങനെ കൺക്ലൂഷനിൽ എത്തി എന്ന് തരും. ആ രീതിക്കുള്ള എ ഐ ആണ്. പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡില് എന്താണ്, ഒരു ഇന്ററാക്റ്റീവ് സിസ്റ്റമാണ് എപ്പോഴും വേണ്ടത്. എക്സ്പ്ലൈനബിൾ ആയിട്ട് എന്തിനേയും ചോദ്യം ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ആ രീതിക്കുള്ള സിസ്റ്റംസ് ഇപ്പൊ വീണ്ടും എന്താണ് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അത് ഇപ്പൊ പൈത്തൺ എന്നുള്ള ലാംഗ്വേജ് ഒരുപാട് കാലം മുമ്പുണ്ട്. സാധാരണ ഒരു ഇന്റർപ്രിറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള രീതിക്ക് വന്ന ആളാണ്. പക്ഷെ അത് നല്ല ഫ്ലെക്സിബിൾ ആണ്.
അവിടെ നമ്മള് ഒരുപാട് അൽഗോരിതംസ് ആണ് മെഷീൻ ലേണിംഗില്. ക്ലാസിഫിക്കേഷൻ അൽഗോരിതം, റിഗ്രഷൻ അൽഗോരിതം, ലീനിയർ, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ഇക്വേഷൻസിനെ ഒരു ഫങ്ഷൻ കോളിംഗിൽ സെറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് പൈത്തൺ പ്രോഗ്രാമിലൂടെ കിട്ടും. അതുകൊണ്ടാണ് പൈത്തൺ ഇന്ന് വീണ്ടും പൊങ്ങി വന്നത്. ഓക്കെ, അപ്പൊ അതുപോലെയാണ് ഈ ഒരു കോൺസെപ്റ്റ്, എക്സ്പ്ലൈനബിൾ എ ഐ എന്നുള്ള കോൺസെപ്റ്റ് നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെ അതല്ലാത്ത എ ഐ ഡെവലപ്മെന്റ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠനങ്ങൾ ഇങ്ങനെ പോയി. അപ്പൊ ഇവിടെ എത്തി നിൽക്കുമ്പോഴും ഇതിനെ എക്സ്പ്ലൈൻ ചെയ്യണം എന്നുള്ളതിലേക്ക് ഇപ്പൊ ഇവര് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ പഠനങ്ങൾ അങ്ങനെയാണ് തെളിയിക്കുന്നത്. അപ്പൊ ആ എല്ലാ സിസ്റ്റംസും എവിടെ ഉണ്ട്? നമ്മളെ ഷെല്ലിലുണ്ട്. പിന്നെ യൂസർ ഇന്റർഫേസ്, കാരണം യൂസറിന് ഇന്ററാക്ട് ചെയ്യാൻ അത് തന്നെ വേണം. ഓക്കെ, നോളജ് അക്വിസിഷൻ സബ്സിസ്റ്റത്തിലൂടെയാണ് എക്സ്പേർട്ട് ഇതിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോ എ ഷെൽ പ്രൊവൈഡ് ദ ഡെവലപ്പേഴ്സ് വിത്ത് നോളജ് അക്വിസിഷൻ, ഇൻഫറൻസ് എഞ്ചിൻ, യൂസർ ഇന്റർഫേസ് ആൻഡ് എക്സ്പ്ലൈനബിൾ ഫെസിലിറ്റി. ഓക്കെ, അപ്പോൾ നോളജ് അക്വിസിഷൻ മുതൽ ഇൻഫറൻസ് എഞ്ചിൻ, ഈ ഇൻഫറൻസ് എഞ്ചിൻ, യൂസർ ഇന്റർഫേസ്, എക്സ്പ്ലെയിനബിൾ ഫെസിലിറ്റി, പിന്നെ നോളജ് ബേസ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടിയ ഷെല്ലാണ് ഡെവലപ്പേഴ്സിന് കിട്ടുന്നത്. അതിൽ നോളജ് അക്വിസിഷൻ പരിപാടി വെച്ചിട്ട് നോളജ് ബേസ് നമ്മൾ എം ടി അല്ലാതാക്കണം. ഓക്കെ, നിറക്കണം. നിറച്ച് കഴിയുമ്പോൾ നോളജ് ബേസ് കിട്ടും. ഈ നോളജ് ബേസ് എല്ലാ ടൈപ്പ് നോളജ് ബേസും ഉണ്ടാവും. ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഹ്യൂറിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അതായത് എക്സ്പീരിയൻസ്, പിന്നെ അതിന്റെ റീസണിങ് കപ്പാസിറ്റി തന്നെ അൺസർട്ടിനിറ്റി ഉണ്ട്, ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട്. ഓക്കെ, അപ്പോ എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കെമിക്കൽ ഫീൽഡിലുള്ള കെമിസ്റ്റ്, ജിയോളജിസ്റ്റ്, ഡോക്ടേഴ്സ്, ഇങ്ങനെയുള്ള എക്സ്പേർട്ടിൽ നിന്നാണ് നോളജ് അക്വയർ ചെയ്യുക. ആരാ അതൊക്കെ ചെയ്യുക? നോളജ് എഞ്ചിനീയർ. ഓക്കെ, ഇനി ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത്രയും നിങ്ങൾ എഴുതി വെച്ചാലും മതി. പക്ഷെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഒക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. അതായത് നോളേജ് ബേസിനെ ബേസ് ചെയ്ത് യൂസർ എൻ്റർ ചെയ്യുന്ന ഇൻഫോർമേഷനെ പ്രോസസ് ചെയ്യും ഇൻഫറൻസ് എഞ്ചിൻ ഷെല്ലിൽ വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഷെല്ലിന് ഇനീഷ്യലി നോളജ് ബേസ് എം ടി ആണ്. ഓക്കെ, അപ്പോ എങ്ങനെ ഇവര് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു ഡൗട്ട്. ഓക്കെ, നിങ്ങൾക്ക് വന്നോന്ന് എനിക്കറിയില്ല. ഈ ഒരു ഡെഫിനിഷനിൽ നമുക്ക് വരുന്ന ഒരു ഡൗട്ടാണത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഈവൻ വിത്തൗട്ട് എ നോളജ് ബേസ് എ ഷെൽ ആൾറെഡി ഇൻക്ലൂഡ്. അതായത് ഷെല്ല് കംപ്ലീറ്റ്ലി എം ടി അല്ല, നോളജ് ബേസ് മാത്രമാണ് അവിടെ എം ടി ആയി നിൽക്കുന്നത്. പിന്നെ ഷെല്ലിന് എന്തൊക്കെ ഉണ്ട്? ഇൻഫറൻസ് എഞ്ചിൻ, ബ്രെയിൻ അവിടെ ഉണ്ട്, സി പി യു അവിടെ ഉണ്ട്. ഓക്കെ, യൂസർ ഇന്റർഫേസ് അതും ഉണ്ട്. അതായത് ഒരു വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡ് ആയ ഡാറ്റാബേസ് മാത്രമാണ് എന്ത് എം ടി ആയി നിൽക്കുന്നത്. അപ്പോ ഇന്റർഫേസിലൂടെ ഇൻസേർട്ട് ക്വറി വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഡാറ്റാബേസ് ഫില്ല് ചെയ്യാനോ. ആ രീതിക്കാണ് എക്സ്പേർട്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നോളജ് അക്വിസിഷൻ സബ് സിസ്റ്റം ഇവിടേക്ക് നിറക്കും. ഓക്കെ, അപ്പൊ യൂസർ ഇന്റർഫേസിലൂടെ യൂസറിനും ഇന്ററാക്ട് ചെയ്യാം, എക്സ്പ്ലനേഷൻ ഫെസിലിറ്റി വഴി അതും തരും, നോളജ് റെപ്രസെന്റേഷൻ സ്ട്രക്ചറും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇതന്നെയാണ് സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് സബ് സിസ്റ്റം മാറ്റും. സോ ഇറ്റ്സ് ലൈക്ക് എ റെഡിമെയ്ഡ് മെഷീൻ വെയിറ്റിംഗ് ഫോർ നോളജ്. നോളജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു റെഡിമെയ്ഡ് മെഷീനാണ്. അപ്പൊ നോളജ് ഏത് ഡൊമൈൻ സ്പെസിഫിക് ആണോ അത് നിറച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു റെഡിമെയ്ഡ് മെഷീൻ അല്ലെങ്കിൽ സ്കെൽട്ടൺ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ മെഡിക്കൽ റൂൾസ്, അഗ്രികൾച്ചറൽ റൂൾസ്, അങ്ങനെ. അപ്പൊ ഏതാണോ നമ്മളുടെ പ്രോബ്ലം ഡൊമൈന് അതിനനുസരിച്ച്. ഇനി എങ്ങനെയാണ്? ഇനീഷ്യലി ഷെൽ എന്ന് പറഞ്ഞാൽ ഇൻഫറൻസ് എഞ്ചിനും സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, നോളജ് ബേസ് എം ടി ആണ്. നോളജ് എഞ്ചിനീയർ ആഡ് റൂൾസ്. എങ്ങനത്തെ റൂൾസ് ആണ് ആഡ് ചെയ്യുക? ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു റൂളാണ് ഈ ഫീവർ ആൻഡ് കഫ് ഉണ്ട്, ഫീവർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഫ്ലൂ ആണെന്ന് വിലയിരുത്തും. അതാണ് ഒരു റൂള്, ഇഫ് ദെൻ റൂളാണ്.
ഈ പ്ലാന്റ് ലീവ്സ് യെല്ലോ, പ്ലാന്റിന്റെ ലീവ്സ് യെല്ലോ ആയ എന്തോ ഒരു ന്യൂട്രീഷ്യന്റ് ഡെഫിഷ്യൻസി ആ പ്ലാന്റിനുണ്ട് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്ന ഒരു റൂളും ഉണ്ട്. ഇതൊക്കെ റൂൾസിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നൗ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യും? യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റയുടെ മുകളിൽ ആൾറെഡി ഉള്ള നോളജ്, അതായത് നോളജിലേക്ക് റൂൾസ് കയറിയിട്ടുണ്ടെങ്കിൽ ആ റൂൾസ് വെച്ചിട്ട് മാച്ച് ചെയ്യും, എന്നിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന് ഒരു ഉപമിക്കുന്നുണ്ട്, അതായത് ഒരു കാൽക്കുലേറ്റർ ആപ്പിനോട്. ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒരു കാൽക്കുലേറ്റർ ആപ്പാണ്. നോളജ് ബേസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സും ഫോർമുലാസും നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ്. വിത്തൗട്ട് നമ്പർ നത്തിങ് ഹാപ്പൻ, ആഫ്റ്റർ ഇൻപുട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് കാൽക്കുലേറ്റ്. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ഷെല്ല് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ an expert system shell is not completely empty. It contains the inference mechanism and it processes user input only after a knowledge base is created and added. For an example, ഇനി ഷെല്ലുകൾക്ക് ഉള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ജാവ എക്സ്പെർട്ട് സിസ്റ്റം ഷെല്ലുണ്ട്. ജാവന്റെ അകത്ത് ജാവ അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിന്റെ സഹായത്തോടു കൂടി ഇങ്ങനത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെർട്ട് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അടുത്തതാണ് വിദ്വാൻ, ഒരു ഷെല്ലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നാഷണൽ സെന്റർ ഫോർ സോഫ്റ്റ്വെയർ ടെക്നോളജി മുംബൈയിലെ 1993 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷെല്ലാണ് വിദ്വാൻ. ഓക്കെ, നോളജ് എൻകോഡിംഗ് ഇൻ ദ ഫോം ഓഫ് റൂൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇഫ് ദെൻ റൂൾസ് വെച്ചിട്ടാണ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല്. അതിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ് ആണ്. നോളജ് എഞ്ചിനീയറിംഗ് എന്താണ്, നോളജ് അക്യൂസിഷൻ എന്താണ്, നോളജ് എഞ്ചിനീയർ എന്താന്ന് പറയുന്നുണ്ട്, നോളജ് അക്യൂസിഷൻ ടെക്നിക്സുകളും പറയുന്നു. ഓക്കെ, അത് അടുത്ത പാർട്ടിൽ പറയാം.